ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഹോട്ടലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കടലക്കറി എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് തലേന്ന് രാത്രി പുതിർത്തി വെച്ചിട്ടുള്ള കടലയിലേക്ക് കുറച്ച് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു തക്കാളി അരിഞ്ഞത്, ഒരു വെല്ലുള്ളി അരിഞ്ഞത്, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കുക്കറിൽ വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നും ആവശ്യമില്ല. ഇപ്പോൾ തൽക്കാലം ഉപ്പും ഈ പറഞ്ഞ സാധനങ്ങളും മാത്രം ഇട്ടൊന്ന് വേവിക്കാം. അത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും കുക്കർ വിസിലൊക്കെ വന്നാൽ സ്റ്റീമൊക്കെ പോയി തുറന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി അതിട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം തിളപ്പിക്കാൻ വെക്കുക. അത് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് അരവ് റെഡിയാക്കാം. അരവിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക്, അതായത് പച്ച തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പെരുംജീരകവും കൂടെ ഇട്ട് അരച്ചെടുക്കുക. അപ്പോൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, പെരുംജീരകം അത്രയും സാധനങ്ങൾ മാത്രം. തേങ്ങയും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം മാത്രം പെരുംജീരകം ഇട്ട് അരയ്ക്കുക കേട്ടോ. ആ അരവ് നമ്മൾ ഈ കറിയിലേക്ക് തിളച്ച ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ അരവും കൂടെ ചേർത്ത് ഇതൊന്ന് നല്ലോണം തിളയ്ക്കാൻ വെക്കുക. ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതൊന്ന് നല്ലോണം തിളച്ച് വന്നാൽ നമുക്ക് ഓഫാക്കി വെക്കാം. എന്നിട്ട് വറവ് റെഡിയാക്കുക. വറവിന് ആവശ്യം കടുകും പൊട്ടി വന്നാൽ കായ്മുളകും കറിവേപ്പിലയും മാത്രമാണ്. അപ്പോൾ അതും കൂടെ ഇട്ടൊന്ന് മൂടി വെക്കുക. പ്രത്യേകിച്ച് മസാലകളൊന്നും ഇല്ലാത്ത, ഒരു മസാലക്കുത്തും ഇല്ലാത്ത ഒരു സിമ്പിൾ നാടൻ കടലക്കറി റെഡി കേട്ടോ. താങ്ക്